നമ്മൾ ഈ ദുരന്തത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കണ്ട ഒരു ദൃശ്യത്തിൽ നമുക്ക് ഉള്ള ഒരാളാണ് എനിക്കൊപ്പം ഉള്ളത്. കണ്ണൂർ ആർമിയിലുള്ള കണ്ണൂർ DSC അല്ലേ, DSCയിലെ താഹിർ കുറ്റിക്കടവ്. താഹിറായിരുന്നു അന്ന് നമ്മുടെയൊക്കെ വീഡിയോയിൽ കാണാം ആ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ആൾ. എങ്ങനെയായിരുന്നു ആ ഒരു രക്ഷാപ്രവർത്തനം? ഞങ്ങളന്ന് എത്ര മണിക്കാ രാവിലെ അവിടെ എത്തിയപ്പോൾ ടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം മൊത്തമായിട്ട് കൊണ്ടുപോയ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ കുറച്ച് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടീം DSC സെൻ്ററിൻ്റെ ഒരു 10-25 ആൾക്കാർ അങ്ങോട്ട് പോയി. അവിടെ പോയി 100 പേര് അവിടെ ഉണ്ടായിരുന്നു. 100 പേര് അതിൽ കുട്ടികൾ ഒരുപാട് ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികൾ, പിന്നെ അവരുടെ അമ്മമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഞങ്ങൾ അവിടുന്ന് നടത്തി ഇവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ അന്ന് പാലം പണിതില്ല. പണി മുതൽ ആ ചെറിയ പാലാണല്ലോ, ഞങ്ങൾ മറ്റേ ഈ സൈഡിൽ കൂടി ഒരു പാലുണ്ടല്ലോ, അവിടെ എല്ലാവരും ഇക്കട്ടാക്കി എത്ര ആളെ അവിടുന്ന് കൗണ്ട് ചെയ്ത് മക്കളെ ഫസ്റ്റത്തെ 2 കുട്ടികളെ ഞാനാണ് എടുത്തിരുന്നത്. അപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കുട്ടികൾ 2 കയ്യിൽ എടുത്തിട്ടാണ് ഞാൻ അതിലങ്ങനെ നടന്നു പോയത്. അത് സഹോദരങ്ങളായിരുന്നോ? കുഞ്ഞുങ്ങളെ അല്ല സഹോദരങ്ങളല്ല, അവരാ 2 ആൾക്കാരുണ്ടായിരുന്നു അവിടെ. മക്കൾക്ക് അറിഞ്ഞോ ആ പരിചയമില്ലാത്ത ആളായിരുന്നു? കാരണം പിന്നെ അവർ അത്രയും ഭീതിയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെയാണ് കടന്നു പോവുകയും ചെയ്തിരുന്നത്. ഒരുപാട് കുട്ടികളെ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്, കുറച്ചാൾക്ക് കരഞ്ഞിട്ടില്ല. പിന്നെ അപ്പുറത്തെത്തിയപ്പോൾ പിന്നെ അമ്മമാരൊക്കെ കയ്യിൽ കൊടുത്തു, അവർ പിന്നെ പറഞ്ഞയച്ചു, ക്യാമ്പിലേക്ക് പറഞ്ഞയച്ചു. ഇത് ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവം. നിങ്ങളിപ്പം ആർമിയിലാണെങ്കിൽ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ദുരന്തം, വലിയ ദുരന്തം? ഞാൻ 5-8 വർഷം കാശ്മീരിലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കണ്ണൂരേക്ക് പോസ്റ്റിംഗ് കിട്ടി. അവിടെ പിന്നെ ഫുള്ള് ഐസും കാര്യങ്ങളും, പിന്നെ QRTയിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അധികം. അത് വേറെ അങ്ങനത്തെ അവിടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു? കൂടുതൽ ആളുകൾ കുടുങ്ങിയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യം നിങ്ങൾ എത്തുന്ന സമയത്ത്? ഫസ്റ്റ് എത്തിയ സമയത്ത് നമ്മളെ പുഞ്ചിരിമട്ടം അല്ലേ, പുഞ്ചിരിവട്ടത്തിൻ്റെ മുകളിലൊരു 19 ഈ ബാഡ് വന്ന സമയത്ത് 19 ആൾക്കാർ അവിടുന്ന് ഓടി കയറിയാണ് ഒരു റിസോർട്ടിലേക്ക് ഓടി കയറി. അവിടെ 19 ആൾക്കാരുണ്ടായിരുന്നു. ആ 19 ആൾക്കാരെ നമ്മൾ അവിടുന്ന് ആ മലൻ്റെ മുകളിൽ കൂടി കയറിട്ട് ഇറക്കി. വഴിയില്ലായിരുന്നു, ഇപ്പോൾ മൊത്തം അടിച്ചു പോയതല്ലേ. അങ്ങനെ ഇപ്പുറത്തൂടെ ഇറക്കി, കയറിട്ടൊക്കെ ഇറക്കി. അതിൽ 5-8 കുട്ടികളുണ്ടായിരുന്നു, പിന്നെ ഒരു നേപ്പാളി ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ കുറച്ച് ജീവനക്കാരും. അങ്ങനെ അവരെല്ലാവരും ഈ വെള്ളം പോയ സ്ഥലത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്താൽ ഒരു റോപ്പ് ഇട്ടിട്ട്, പിന്നെ ഫുൾ പട്ടാളക്കാർ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അവരെ റോപ്പ് കൊണ്ട് പിടിപ്പിച്ചിട്ട് അവിടുന്ന് അങ്ങനെ ഉന്തി നല്ല 2-3 സ്ത്രീകൾ കരയേറെ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ ബാക്കിലുണ്ട്, ഒന്നും നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇതുവരെ താഴത്ത് ക്യാമ്പിൽ വരെ എത്തിച്ചു. ഇതൊരു സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം കൂടിയാണല്ലേ നമ്മളിവിടെ കണ്ട് എല്ലാവരും ഒന്നിച്ച്, ആർമി, ഫയർഫോഴ്സ്, NDRF എല്ലാവരും കൂടെ ചേർന്നിട്ട്? ആർമി ഉണ്ട്, ഫയർഫോഴ്സ്, നേവി. മനിയാന്ന് കുടുങ്ങി കിടന്നപ്പോൾ നേവി ആണല്ലോ പിന്നെ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തിയത്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. പിന്നെ ഇവിടെ നാട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. എന്തായാലും താഹിർ പറഞ്ഞതുപോലെ തന്നെ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് ഒരുപാട് ട്രെയിനിങ്ങും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിൽ വലിയ ഒരു വിഷമം തന്നെ തോന്നുന്നു എന്നുള്ളതാണ്. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1.